ആ ലില്ലിക്കുട്ടി ഏത് ട്യൂട്ടറില്ല? വിക്ടറിയില്ല. വിക്ടറിയിൽ 3 വർഷം പഠിച്ചിട്ടും പാസ്സായിട്ടുണ്ട്. എത്ര പഠിച്ചിട്ടും ഒന്നും തലേ കയറുന്നില്ലെന്നേ. മിക്സഡ് ആയിരിക്കും. അതെ. ആ പിന്നെ ഞാൻ തലേ കയറുന്നത്. അവിടെ ഫീസ് കുറവായതുകൊണ്ടാ അപ്പനെ അവിടെ ചേർത്തത്. എവിടെ ചേർത്താലും പഠിക്കാത്ത നിന്റെ കുറ്റമല്ലേ? അതിരിക്കട്ടെ, ശേഷിച്ച ജീവിതം ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? വിക്ടറി കോളേജിന് സമർപ്പിക്കാനാ ഭാവം? വീട്ടിൽ പോടി, വഴിയിൽ നിന്ന് ഇറങ്ങാണ്ട് വീട്ടിൽ പോടി. ഈ അപ്പൻ എന്താ ചാവാൻ പോണേ? ഞാൻ വീട്ടിലേക്കല്ലേ പോണേ? എനിക്കറിയാടി, നീ വീട്ടിൽ പോടി. മറ്റുള്ള കുട്ടികളൊക്കെ വീട്ടിലെത്തി. അപ്പൻ ഇന്ന് വീട്ടിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. എന്റെ മേനോൻ കുട്ടിയെ കാരം കിട്ടിയ വഴി കാണുന്നവരോടൊക്കെ നിരങ്ങിയിട്ട് അവള് വീട്ടിലെത്തും. എനിക്ക് ഇവളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. പ്രായമായ പെണ്ണല്ലേ. അല്ല, മേനോൻ കുട്ടിയുടെ ഇപ്പം മിണ്ടിന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല. എന്തിനാ ഇങ്ങനെ വ്യസനിച്ചോണ്ട് നടക്കുന്നത്? കെട്ടിച്ച് വിട്ടൂടെ? 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും കടന്നു കിട്ടിയ വല്ല ജോലിയും കിട്ടുവേ. അപ്പോ സ്ത്രീധനം കുറച്ചു കൊടുത്താ പോരെ? എനിക്ക് അതിനുള്ള പാകല്ലേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ കളക്ടർ ഉദ്യോഗം കിട്ടാൻ പോവല്ലേ? ആ വല്ല മാസപ്പടി പണിയെങ്കിലും കിട്ടുവേ. ഒന്നുമില്ലാണ്ട് കൊള്ളാവുന്ന ഒരുത്തിന്റെ കൂടെ പറഞ്ഞയക്കാൻ പറ്റുമോ? ഒരു കറവക്കാരൻ കള്ളനുണ്ട്, 2 നേരം അവനെ നോക്കണം. ഒരു ചെത്തുകാരൻ കള്ളനുണ്ട്, അവനെ 3 നേരം നോക്കണം. അവൻ തെങ്ങിന്റെ മുകളിൽ കയറി പെണ്ണ് കുളിക്കുന്ന നോക്കുക. ചെത്ത് വേണ്ടാന്ന് വയ്ക്കാന്ന് വെച്ചാല് ആ തെങ്ങ് അവൻ ഉണക്കും. കറക്കാനാണെങ്കിൽ വേറെ ആളെ കിട്ടാനുമില്ല. ഇങ്ങനുണ്ടോ മനുഷ്യന്മാര്? വ്യസനിക്കാൻ വേറെ വല്ലതും വേണോ? ദേ പോണു ആ കള്ളൻ. നോക്ക്, തിരിഞ്ഞു നോക്കണില്ല, വച്ച് പിടിക്കുകയാണ് വീട്ടിലേക്ക്. മറ്റേ കള്ളനുണ്ടല്ലോ, മേനോൻകുട്ടിയുടെ കൂട്ടുകാരൻ ദേവസിക്കുട്ടി, അവൻ ഇതേ ഒരു ജ്വരമുള്ളൂ. അടയ്ക്കാമരത്തിന്മേ സാരി ഒറ്റിയെടുത്ത് പശു ഉണ്ടെങ്കിൽ അവൻ കറക്കും. അല്ല അത് പോട്ടെ, മേനോൻകുട്ടി വരാൻ വൈകിന്നോ, കമ്പി അടിച്ചുന്നോ, കിട്ടിയില്ലെന്നോ, അച്ഛനും അമ്മയും വല്ലാണ്ട് വ്യസനിച്ചു എന്ന് കേട്ടില്ല. എന്താ ഉണ്ടായേ? വരണ വഴിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നോ, ട്രെയിൻ ഒലിച്ചു പോയിരുന്നോ, പാളം വെക്കാൻ മറന്നു, എന്തിനു പറയുന്നു? എന്റെ കണക്ഷൻ ട്രെയിനൊക്കെ തെറ്റി. ആ പറച്ചിലൊരു വെപ്പാണല്ലോ. വ്യസനം കൊണ്ട് എന്റെ സംസാരം അങ്ങനെ ആയതാണ് കേട്ടോ. ഓ ലില്ലിക്കുട്ടി, എത്ര കാലമായി ഞാൻ നിന്നോട് സൗകര്യമായിട്ടൊന്ന് സംസാരിച്ചിട്ട്. എന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് നിനക്കറിയോ? ഞാനേ എല്ലാവരുടെയും പോലെയല്ല, ഭയങ്കര ഡീസന്റാ. ഡീസന്റ് പരിപാടി അല്ലാണ്ട് മറ്റൊരു പരിപാടി നമുക്കില്ല. ഇന്നെന്താ നിനക്ക് ഇത്ര വലിയ ഗ്രാക്കി? നിനക്കറിയോ, ഞാൻ അവിടെ കൃത്യമായി കറക്കാൻ വരണതേ നിന്നെ കാണാൻ വേണ്ടിട്ടാ, അല്ലാണ്ട് നിന്റെ അപ്പന്റെ പിച്ചക്കാശിന് വേണ്ടിട്ടാ. നിനക്കൊന്നും പറയാനില്ലേ? ഒന്നും. മുടിയേ ഇതെവിടെ കൊണ്ടുപോയിട്ടാ? എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയി തല്ലിക്കൊന്ന് കൂട്ടാൻ വെക്കണം മാപ്പിളെ. എഴുന്നള്ളിക്കാൻ കണ്ടൊരു സാധനം. അവന്റെ ഒരു ചോദ്യം 1000 പ്രാവശ്യം അവനോട് പറഞ്ഞതാ ആശുപത്രി കൊണ്ടുവന്ന് കാണിക്കാൻ. നിങ്ങൾ പറഞ്ഞ കേട്ടില്ലേ, തല്ലിക്കൊന്ന് കൂട്ടാൻ വെക്കാൻ തിന്നാനങ്ങൾ വരും. കള്ളൻ, കാട്ട് കള്ളൻ. ഈ വള്ളിക്കുട്ടി പിടിച്ചേരണേ. കമ്പനി വക ക്വാർട്ടേഴ്സ് ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏതായാലും ഹോട്ടലിലാ താമസം. എന്നാ പിന്നെ കുറച്ചുകൂടെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് താമസിക്ക. ഞാൻ പറഞ്ഞ അതല്ല, ക്വാർട്ടേഴ്സിലാണെന്നാ. അത് തന്നെ ഞാനും പറഞ്ഞത്. നല്ലൊരു ഹോട്ടലിൽ താമസിക്കുക. നീ ഇപ്പോ അവിടെ കിടന്ന് ബുദ്ധിമുട്ടി ഇങ്ങോട്ട് കാശ് അയക്കേണ്ട ഒരു കാര്യമില്ല. ഈ അച്ഛനെ കൊണ്ട് തോറ്റുല്ലോ. ഒന്നും പറഞ്ഞില്ല. ആ ചുണ്ടനെ എന്തോ പറയണ്ട്. ദൈവമേ, എന്റെ അമ്മയെ സമ്മതിക്കണം. നീ എന്തൊക്കെയോ പറയണ്ട, എനിക്കൊട്ട് കേൾക്കാനും പാടില്ല. ഞാൻ പോയി ആ കുന്തെടുത്ത് വച്ചിട്ട് വരാം. ദീപം 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 ദീപം. ആ
അമ്മണിക്കുട്ടി, നീ ഇവിടെ നിൽക്കേ, ഞാൻ ഒരു തമാശ കാണിച്ചു തരാം. ചിരിക്കരുത്. ഞാൻ എന്ത് പറഞ്ഞാലും ഗൗരവമായിട്ട് തലയാട്ടിയാ മതി. ഇങ്ങോട്ടൊന്നും പറയണ്ട. ആ മറൽ. ആ പറയണം. ആ അത് ശരി. നിങ്ങൾ വല്ലതും പറയണ്ടോ? എനിക്കൊന്നും കേൾക്കാൻ പാടില്ലല്ലോ. ഇനി ഈ കുന്തത്തിന്റെ ആവി പോയോ? എടാ ദ്രോഹി, സ്വന്തം പരിഹസിക്കണോടാ. ഓ ഇത് വീണ്ടും പോയോ? ആരും കൊല്ലിഞ്ഞു. ഈ ഉണ്ണീട്ട് എന്തൊരു തമാശക്കാരനാ. വെറുതെ ഓരോന്നോർത്ത് ഞാൻ എന്തൊക്കെയാ പേടിച്ചേ. ഞാനൊരു പൊട്ടി തന്നെ. അമ്മിണി കുമ്മിണി കോലത്തമ്മണി വാലുമ്പൊക്കെ വടക്കോട്ടോടാ. MRO, yes. 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 MRO. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. മാരനാണ് വരുന്നതെങ്കിൽ മധുരപ്പത്തിൽ നൽകണം. വയസ്സനാണ് വരുന്നതെങ്കിൽ പൈനും ചോറും നൽകണം. ഇടയ്ക്കിടയ്ക്ക് ഇടിച്ചിടിച്ച് കൊടുക്കണം. എന്താ നിർത്തിക്കളത്? പാട. ഏയ് ഞാൻ വെറുതെ മൂളിയതാ.
ഈ തമ്പ്ര തമ്പ്ര ആരാ വേലാന്റിയാ മേലടുത്ത ഗോന്നുകൂട്ടി തമ്പുരാനുണ്ട്. എന്താ കൊന്നുകുട്ടി അർദ്ധരാത്രിക്ക് എന്താ വിശേഷം? പറയാം. താൻ ഈ അർദ്ധരാത്രിക്ക് ബഹളം ഉണ്ടാക്കാതിരിക്കും. തുടങ്ങിയില്ലോ. അങ്ങോട്ട് വിളിച്ചാ ചെല്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ ഈ പാതിരാത്രിക്ക് പുറപ്പെടുവൊന്നും വേണ്ട, നേരം വെളുത്തിട്ട് പോവാം. എന്ന് പറഞ്ഞാ പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ പോണം. എന്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നപ്പോ അവര് മാത്രമേ ഒരു സഹായത്തിനുണ്ടായിരുന്നുള്ളൂ. എന്നെക്കാൾ 1.5 വയസ്സിന് മൂപ്പേ ഉള്ളു പാവം. നിക്ക് പോന്നും കുട്ടി, ഞാൻ മേലിടാൻ ഒരു മുണ്ടെടുത്തിട്ട് ഇപ്പൊ വരാം. എന്നാ ഒരു മുണ്ട് എനിക്ക് കൂടെ എടുത്തോളൂ, ഞാനും കൂടെ വന്നേക്കാം. ഈ രാത്രി പുറപ്പെടണമെന്നൊന്നുമില്ല, നാളെ കാലത്തായാലും മതി. പക്ഷേ അറിയിക്കേണ്ടത് വേണ്ട സമയത്ത് വേണമല്ലോ എന്ന് വിചാരിച്ചു വന്നു എന്ന് മാത്രം. കൂടെ ചെന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഏതായാലും പോവാം. ഉണ്ണി, ഞങ്ങൾ ശവദാഹമൊക്കെ കഴിഞ്ഞിട്ടേ വന്നു എന്ന് വരുള്ളൂ. വാതിലടച്ച് കിടന്നോളൂ കേട്ടോ. എങ്ങാണ്ടൊരു ശേഷത്തിൽപ്പെട്ട തള്ളയാ. 10-90 കൊല്ലമായി കിടക്കുന്നു. അവരൊന്ന് ചത്തതിനാ ഈ വെപ്രാളം മുഴുവൻ. ഒരു ഗ്ലാസ് വെള്ളം വേണം.
ഇതാ വെള്ളം. ഉം. ഉം. ഉം.